ലളിതാ സഹസ്രനാമത്തിന് 4 തരം ശക്തികളുണ്ട് എന്ന് ചില ആചാര്യന്മാർ പറയുന്നുണ്ട്. ഒന്നാമത്തത് ഇത് വൈദിക ജ്ഞാനശക്തിയുള്ളതാണ്, സിദ്ധദർശന ശക്തിയുള്ളതാണ്. അതായത് സിദ്ധന്മാരായിട്ടുള്ള ഋഷീശ്വരന്മാർക്ക് ദർശനത്തിലൂടെ ലഭിച്ച അമ്മയുടെ രൂപത്തിൻ്റെ ഒരു ശക്തി ഇതിനകത്തുണ്ട്. അതുകൂടാതെ അക്ഷരപ്രാണശക്തി, അതാണ് ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറയുന്നത്. ഈ ഓരോ അക്ഷരങ്ങൾക്കും ഭയങ്കരമായ പ്രാണശക്തി, നമ്മുടെ പ്രാണനെ അതിൻ്റെ എല്ലാ രീതിയിലുമുള്ള ഉണർവോടുകൂടി നിലനിർത്താനുള്ളൊരു ശക്തി ഈ ലളിതാ സഹസ്രനാമത്തിനുണ്ട്. അതാണ് അക്ഷരപ്രാണശക്തി. പിന്നെ താന്ത്രികമായ ശക്തി. ഇങ്ങനെ 4 തരം ശക്തികൾ ഈ അക്ഷരങ്ങൾ കൊണ്ട്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അത് ജപിക്കുമ്പോൾ അക്ഷരങ്ങൾ തെറ്റാതെ അല്ലെങ്കിൽ അർത്ഥം അറിഞ്ഞിട്ട് ജപിക്കുമ്പോൾ ഇതിൻ്റെ പൂർണ്ണമായ റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇനി കുറച്ച് സംശയങ്ങളൊക്കെ ചില ആളുകൾക്കുണ്ടാവാം. നമുക്കിത് ശുദ്ധിയോ സമയമോ ഒക്കെ വേണോ ഇത് ചൊല്ലുന്നതിന്? നമുക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻസോ റെസ്ട്രിക്ഷൻസോ ഒന്നും ലളിതാ സഹസ്രനാമത്തിനില്ല. നമുക്ക് എപ്പോൾ വേണോ ജപിക്കാം. ശരീരത്തിൻ്റെ ശുദ്ധി എന്ന് പറയുന്നത് നമ്മൾ കുളിക്കാൻ സൗകര്യപ്പെടാത്തൊരു സമയമാണെങ്കിൽ കാലും മുഖമൊക്കെ കഴുകിയിട്ട് വേണമെങ്കിലും ശരീരശുദ്ധിയോടുകൂടി നമുക്ക് ശരീരം ശുദ്ധി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സ്ത്രീ എപ്പോഴും അശുദ്ധയെന്ന് പറയാൻ പറ്റില്ല. ഒരു ആർത്തവ സമയത്ത് പോലും ഇത് നമുക്ക് വേറെ ഒരു ഗ്രന്ഥം വാങ്ങിച്ചു വെച്ച് ഇത് ജപിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത. കാരണം നമ്മൾ ഈ ജപിക്കുന്ന പരാശക്തി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ശക്തി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. രാത്രി 12 മണി വരെയും ജപിക്കാം എന്നൊക്കെയാണ് ചില ആചാര്യന്മാർ എഴുതിയിട്ടുള്ളത്. ഏത് സമയത്തും ജപിക്കാം. ജപിച്ചുകൊണ്ടിരിക്കുമ്പം ആരെങ്കിലും വന്നാൽ നമുക്കത് നിർത്തി വെച്ചിട്ട് അവരോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും നമുക്കിത് ആവർത്തിച്ച് ചൊല്ലാം. ഒരു ഭയവും കൂടാതെ നമുക്ക് എപ്പോഴും സമീപിക്കാവുന്ന ഒരു നാമമാണ് ലളിതാ സഹസ്രനാമം. അതുകൊണ്ട് ധൈര്യമായിട്ട് എപ്പോൾ വേണമെങ്കിലും, ഇപ്പോൾ ഒരു ദിവസം ചൊല്ലിയില്ല എന്നോർത്ത് ഭയവും വേണ്ട, നമുക്ക് എപ്പോൾ വേണമെങ്കിലും സൗകര്യത്തോടു കൂടി അമ്മയെ ഈ നാമം കൊണ്ട് സ്തുതിക്കാവുന്നതാണ്.